ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് കടകൻ എന്നാണ്. മൂവിയുടെ പേര് കടകൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് സാജി മാമ്പാടാണ്. കാശി നോക്കി കഴിഞ്ഞാൽ അക്കിം ഷാജഹാൻ, ജാൻസി അശോകൻ, ജാഫർ ഇടുക്കി, മീനാക്ഷി രവീന്ദ്രൻ, സോന, ശരത് സഭ തുടങ്ങിയ മണികണ്ഠൻ നാജേരി തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടും കാശിങ്ങായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി നിർമ്മൽ പാഴാരി, ബാക്കി ചെറിയ ചെറിയ വ്യക്തികളൊക്കെ ഉണ്ട്, ഒരു പേരറിയില്ല. അപ്പോൾ ഇതിൽ നമ്മളിത് സ്റ്റോറി ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ കടകൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പൂഴിക്കടകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണൽ മാഫിയ, അതായത് ഈ കായലിൽ നിന്നും മണൽ വാരുന്നു വിൽക്കുന്നു. അപ്പോൾ പോലീസും ഈ മാഫിയയും തമ്മിലുള്ള പ്രശ്നം കരയ്ക്കണം. മാഫിയ എന്ന് പറയാൻ സാധിക്കില്ല, ഒരാളാണ് ഇതൊക്കെ വാരുന്നത്. അപ്പോൾ പോലീസിന് ഇഷ്ടമില്ല, പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ എന്താ പറയുക, ഇതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നും തന്നെ എടുത്ത് പറയാനുള്ളതാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എവിടെയും തന്നെ പിടിച്ചിരുന്ന ഭാഗങ്ങളുടെ ഡയലോഗ്സോ ഒന്നും തന്നെ ഇല്ല. ഒരു വെറുതെ ഒരു പടം. ഈ കടകൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പൂഴി വാരുന്ന പോലെ പൂഴി വാരുന്നു, എന്തൊക്കെയോ ചെയ്ത് വയ്ക്കുന്നു, എവിടെയും കൊണ്ട് തട്ടുന്നു. അത്രയാണ് ഇതിൽ യൂസ് ചെയ്തതിനെ കുറിച്ച് പറയാൻ സാധിക്കുകയെങ്കിൽ ഇതിന് തുടക്കം തന്നെ ജാഫ്രിക്കയുടെ ഒരു പ്രസൻസോടെ ചിത്രം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ജാഫ്രിക്ക് തൂറടിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഈ ഏതൊക്കെ പഴയ കാലത്തെ തിരക്കഥയെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ പഴയ കാലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏറ്റു വന്നിട്ടുണ്ട്. ജാഫ്രിക്ക് പറയുന്നുണ്ട് നേരത്തെ തൂറിയത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ ആകെ നാറ്റിച്ചെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ചെറിയ ഹൈറ്റ് കുറഞ്ഞ മനുഷ്യനെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിർമ്മൽ ബാലാരി ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നേരത്തെ പന്ത് കളിച്ചപ്പോൾ പന്താണ് തെറിച്ചത്, നീയാണ് തെറിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണത്, ഇതൊക്കെ ഏത് കാലത്തെ ഏത് യൂത്തിലാണ് ജീവിക്കുന്ന പോലെ അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തും പൂഴിക്കടത്തിലും ഒക്കെ എതിരാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ഒരു ഡയറക്ടർ ചിത്രമാണ്. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പൂഴിക്കടത്തിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് ഇൻസ്പെക്ടർ ചാർജ് എടുക്കുന്നു. അതാണ് നമ്മുടെ വില്ലൻ എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് എന്ന കഥാപാത്രമാണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കഥാപാത്രം രാജ്യമാണിക്യത്തിൽ നമുക്കൂടെ വില്ലനായിട്ട് വന്നുള്ള കഥാപാത്രമാണ് ലോകനാഥൻ IAS കലാപനയുടെ വില്ലനായിട്ട് വന്നുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ചിത്രത്തിലുണ്ട് ഈ കഥാപാത്രം. അപ്പോൾ ഈ കഥാപാത്രം പോലീസ് ഓഫീസറാണ്. ആൾക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു ക്ഷീണിച്ച അവസ്ഥ തന്നെയാണ്. എന്തിനോ വേണ്ടി തിളക്കുന്നൊരു സാമ്പാർ പോലെയാണ് അവസാനം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, അക്കിം ഷാ എന്ന് പറയുന്ന ഒരു നായകൻ്റെ ഒരു പ്രകടനം. കാരണം അദ്ദേഹത്തിന് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡയലോഗ് ചില ഭാഗത്ത് നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും കാണുന്ന പ്രേക്ഷകർ ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതിൽ തുടക്കം തന്നെ ഒരു ഇൻട്രോ സീൻ കാണിക്കുന്നുണ്ട്. വെടിക്കെട്ടിൻ്റെ ഇടയിൽ നമ്മുടെ നായകൻ നടന്നു വരുന്നു. എന്നിട്ട് മണിക്കണ്ടാഞ്ചേരി എടുത്തിട്ടിരിക്കുന്നുണ്ട്. എന്തിനടിക്കുന്നത്, എന്താണ് കാരണം ഒന്നും വ്യക്തമാക്കുന്നില്ല. അതിന് കാരണം ചോദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. റീസണബിൾ അല്ലാത്ത പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. യാതൊരു ബന്ധമില്ലാത്ത ഒരു പോരായ്മയൊക്കെയാണ് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ അക്കിം ഷാ ധരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് സുൽഫി എന്നാണ്. സുൽഫിക്കർ ഒരു കാമുകിയുണ്ട്, ഒരു കാന്താരി ഉണ്ട്, ഒരു കലിപ്പൻ്റെ കാന്താരി എന്ന് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അതിൽ നമ്മുടെ നായിക്ക് അരിച്ചലാണ്, നീ മണൽ വാഫിയെ പോകാൻ പാടില്ല, ആനാണ് ചേനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സോന എന്ന് പറയുന്ന ദടിയാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ അവസാനം ഇറങ്ങിയ ലൈലയിൽ നമ്മുടെ ആൻ്റണി വർഗീസിൻ്റെ നായിക അവതരിപ്പിച്ച കഥാപാത്രമാണ് ആ പെൺകുട്ടി. അതുപോലെ തന്നെ പല നിഴലിൽ എന്ന് പറഞ്ഞ ചിത്രത്തിലുണ്ട്. പല ചിത്രത്തിലും ഒരു നായകകഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ അരിസ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സുൽഫിയുടെ അച്ഛനായിട്ടാണ് അരിസ്റ്റേഷൻ വന്നിട്ടുള്ളത്. ആളൊരു മാസ് ലുക്കുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ചില ഭാഗത്തൊന്നും ഒത്തില്ല എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരേ സമയം ഒരു അച്ഛനുമാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു മാസമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഭാഗങ്ങളൊക്കെ കാണിച്ചു. പോലീസ് സ്റ്റേഷനിലൂടെ ഡയലോഗ് പറയുന്നുണ്ട്, നിനക്കറിയാണ്ട് മുമ്പ് ഈ ഞാനൊക്കെ മണൽ കടത്തിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. നിനക്കറിയാം മുകളിലോട് ചോദിച്ചാൽ പറയുന്ന വാക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് ഈ പൂഴിക്കടത്തിലും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ജാഫ്രിഡിക്കിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് ജാഫ്രിഡിക്ക് പഴയ പോലെ തന്നെ ഇടുക്കിയിലെ ഭാഷ സംസാരിക്കുന്നു. ഈ മലപ്പുറത്ത് വന്ന് കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള കഥാപാത്രമായിട്ടാണ് ജാഫ്രിഡിക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല റീസൺസിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആരെക്കൊണ്ടൊന്നും ചെയ്യാനില്ല. കാരണം തിരക്കഥയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ മണൽ മാഫിയ പോലെ തന്നെ മണൽ വാരുന്നു, അത് നമ്മളിൽ കൊണ്ട് തട്ടുന്നു. ആ രീതിയാണ് ഇത് യൂസ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒട്ടും തന്നെ, അതായത് തുടക്കം തൊട്ട് ഒടുക്കം വരെ എവിടെ പിടിച്ചെടുത്തുന്ന ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ വേറെന്താ പറയുക, ഒരു മാസ്റ്റീവായിട്ടോ ഒന്നും തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് പിടിച്ചെടുത്താൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത്. കാരണം ഡയറക്ഷൻ ഓക്കെ ലെവൽ എന്ന് പറയാൻ സാധിക്കും. പല ഭാഗങ്ങളിലും ഓക്കെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച്
ഒരു പോലീസ് ജീപ്പും ലോറി തമ്മിൽ ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എഡിറ്റിങ് ഉള്ള പോരായ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല പല എന്തിനാണ് ഈ കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു വ്യക്തത കിട്ടുന്നില്ല. അതൊരു പക്ഷേ തിരക്കഥയുടെ പോരായ്മ ആയിരിക്കാം. കാരണം തിരക്കഥയിൽ നമ്മൾ എത്രത്തോളം പാളിച്ച സംഭവിച്ചു അത് കാണുന്ന പ്രേക്ഷകരിലേക്കും ആ പാളിച്ച എന്തായാലും കിട്ടും. അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ആരുമായിട്ട് ഗംഭീരമായിട്ട് പ്രകടനം, ആനത്തല പ്രകടനമൊന്നും ആരും ചെയ്തു വെച്ചിട്ടില്ല. എല്ലാവരും ബിലോ ഏവറേജ് പ്രകടനമായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പാട്ടുകളും വളരെ മോശം തന്നെയായിരുന്നു. പിന്നെ മ്യൂസിക് ഒക്കെ ചെയ്തതും ഗോപി സുന്ദറാണ്. പ്രത്യേകിച്ച് അതിനൊരു ഗുണമായിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം പാട്ടിനോട് ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലുണ്ടായില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാണ്ടാണ് ഈ കടകം എന്ന് പറഞ്ഞ മൂവി കാണാൻ ഇടയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടീസർ ട്രെയിലർ പോലെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അല്പം എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന വിധത്തിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ നിരാശയും സംഭവിക്കുന്നില്ല. കാരണം പ്രതീക്ഷ വെച്ച് പോകുമ്പോഴാണ് നിരാശ സംഭവിക്കുക. അപ്പോൾ കടുകൻ എനിക്കൊരു ബിലോ ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ ഒരു അനുഭവമാണോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്നൊക്കെ പരിഗണിക്കുക. ഇതുവരെയും ബൈ ഫ്രണ്ട്സ്.